ഇത് എൻ്റെ പേഴ്സണൽ DMൽ എന്തിനാ വല്ലാണ്ട് വീട്ടിൽ നിന്ന് കിട്ടണമൊക്കെ നോക്കിയിരിക്കണം, സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചൂടെ എന്ന് ചോദിച്ച ആൾക്കുള്ള എൻ്റെ റിപ്ലൈ ആണ്. കണ്ടോ, ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇത് കണ്ടോ, ഇതാണ് മലയാളികളുടെ കൂടെ ജീവിച്ചാലുള്ള ഗുണം. എന്താ വെച്ചാൽ നമുക്ക് പയറ്, ചീര, കോവയ്ക്ക ഇങ്ങനെ തട്ടിമുട്ടി പോകാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ, ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ അമ്മ ഡിഫറെൻറ്റ് കറീസൊക്കെ എല്ലാ ദിവസവും ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുമ്പോൾ കിട്ടുന്ന ഒരു രുചി ഉണ്ടല്ലോ, അത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ കിട്ടില്ല. അത് എൻ്റെ പോലെ തന്നെ ഉണ്ടാക്കി കഴിക്കണ ആർക്ക് വേണേൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ആ കഴിക്കാനുള്ള ഒരു ഇതൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഒരു കറി തന്നെ അത് കഴിയാണ്ട് അടുത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് എന്തപ്പോൾ ഇത് നേരം ഉണ്ടാക്കിയിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഹലോ, ഇന്ന് ഞാൻ വന്നേക്കണേ ദാരിദ്ര്യം എന്ന് ഞാൻ പറയുന്നില്ല, ഇനി മേലാ ദാരിദ്ര്യം എന്ന് പറഞ്ഞു പോയിരുത്തുന്ന എന്നോട് പറഞ്ഞേക്കണേ. എൻ്റെ ഒരു വിഷമം ഞാൻ പറയാം. വിഷമം പറയാലോ, അതിനാരും പേടിക്കണ്ടല്ലോ. നമ്മുടെ തൃശ്ശൂർക്കാരെ കാണാൻ കിട്ടാത്തതാണ് എൻ്റെ വിഷമം. എവിടെ നോക്കിയാലും കോട്ടയംകാരെ തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല. കോട്ടയം അച്ചായന്മാരും അച്ചായത്തികളും ഇവരെ കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ അമേരിക്കയിൽ. നോ ഒഫൻസ്, എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. വീട്ടിൽ കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് കോട്ടയത്തു നിന്നുള്ള പെണ്ണുങ്ങളൊന്നും വേണ്ട, അവരൊക്കെ ഭയങ്കര സാമർത്ഥ്യക്കാരത്തികളാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാ, നല്ല സാമർത്ഥ്യമുണ്ട്. അത്രയും ഒരു യങ് ഏജിൽ പഠിച്ച് ഇങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ജോലിയും ഒരു വീടും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ളവരാ. ചില്ലറക്കാരികളൊന്നും അല്ല കേട്ടോ അവര്. അതുകൊണ്ട് ഇപ്പം എന്തായി, നമുക്കൊരു തൃശ്ശൂർക്കാരെ വർത്താനം പറയാൻ കിട്ടുന്നുണ്ടോ? അതില്ല. എന്നാലും റയറായിട്ടൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ ആ ഒരു കൊരട്ടി തൃശ്ശൂർ ആ സ്ലാങ് ഒക്കെ കേൾക്കുമ്പോഴേക്കും ഞാൻ തൃശ്ശൂരാണ് വീട്, എവിടെ വീട്, അപ്പോൾ എൻ്റെ അടുത്ത് എവിടെ വീട് നോക്കി. അപ്പം അവർ ഒല്ലൂരെന്ന് കേട്ടിട്ടുണ്ടോ, ഇരിങ്ങാലക്കുട എന്ന് കേട്ടിട്ടുണ്ടോ, അതൊക്കെ അവർ കേട്ടിട്ടുണ്ട് അറിയാമെന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പിന്നെ ഇങ്ങനെ പറയും ചാലക്കുടി, തൃശ്ശൂർ റൗണ്ട്, വടക്കുനാഥൻ, അതൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ റയറായിട്ടാണ് മലയാളികൾ എന്നെ കാണുന്നത് കേട്ടോ. അതിൽ തൃശ്ശൂർക്കാരെ കാണാത്തതിലുള്ള വിഷമമാണ് നിങ്ങൾ കേട്ടത്. ഇനിയിപ്പോൾ ജോലിക്ക് പോയാലോ സ്പാനിഷുകാരെ തട്ടിമുട്ടിയിട്ട് നടക്കാൻ പോലും പറ്റില്ല. പേരിനെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കണ്ടെങ്കിൽ ദൈവമേ എന്ന് നമ്മൾ ആലോചിക്കും. ആ സമയത്താണ് എൻ്റെ ഫാർമസിയിലെ ഫാർമസിസ്റ്റ് ഹംസ, അവൻ പാകിസ്ഥാനി കേട്ടോ. ഇതൊക്കെ ആണെങ്കിണ്ടല്ലോ, ഇങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഞരമ്പിൻ്റെ ചോരയൊക്കെ തിളച്ച് ഇത് മറ്റേ സെറ്റപ്പായിരുന്നു. ഇപ്പം ആണെങ്കിൽ പാകിസ്ഥാൻ ഇത് ഹിന്ദിയാണല്ലോ പറയണത്. പിന്നെ നമ്മൾ ആലോചിക്കണ പോലും അവൻ ആലോചിക്കണ പോലും ഇല്ല. ഇപ്പം ഞാനും ആലോചിക്കണില്ല. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം എനിക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ എൻ്റെ തൃശ്ശൂരത്തെ വീടായിട്ട് അടുത്ത് കിടക്കണത് ഇപ്പോൾ പാകിസ്ഥാനല്ലേ. ബാക്കി സ്ഥലങ്ങളൊക്കെ എവിടെ കിടക്കണ്, ഞാനെവിടെ കിടക്കണ്, അത് പറഞ്ഞ ഒരു അയൽപക്കം ബന്ധം എനിക്കിപ്പോൾ ഫീൽ ചെയ്യണം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയൊന്ന് നാട് മാറി നിന്നാൽ മാറാവുന്ന ചിന്താഗതികളൊക്കെ നമുക്കുള്ളൂ അല്ലേ? അല്ലേ? ഉള്ളതല്ലേ? നിങ്ങൾ പറ.